ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫാൻറ്റസി വേൾഡിലോട്ട് നമുക്ക് പോകാം. അതും നമ്മളിപ്പോൾ വർക്കല ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്കല ക്ലിഫ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് ഇൻ ദ വേൾഡ്, ഐ വുഡ് സേ. സത്യം, ശരിക്കും നമ്മളവിടെ പോയാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാൻ ശ്രമിക്കണം കേട്ടോ. അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബീച്ചസിൽ ഒന്നാണെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ആ ക്ലിഫ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് കേട്ടോ. ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവിടെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞാൻ ലാസ്റ്റ് ഒരു വ്ലോഗ്, ഒരു 3-4 വ്ലോഗിന് മുമ്പ് ഞാൻ നമ്മുടെ കോവളത്ത് പോയായിരുന്നു. അവിടെയും കുറച്ച് എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. പക്ഷേ ഇത് അതിനപ്പുറമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു രക്ഷയുമില്ല കേട്ടോ. ആ തിരമാലകൾക്ക് തന്നെ എന്താ ഒരു ഭംഗി, ആ ഒരു നേച്ചറിന് എന്താ ഒരു രസമല്ലേ. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. അവിടെ കുറച്ച് ഹോട്ടൽസും പിന്നെ കുറച്ച് ഹോം സ്റ്റേസും പിന്നെ കുറേ റെസ്റ്റോ ബാർസും അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയുമില്ലാത്ത ഏരിയയാണ് കേട്ടോ. അവിടെ എപ്പോഴും ആൾക്കാർ തന്നെയാണ് കേട്ടോ. അതൊരു അൾട്ടിമേറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. നമ്മൾ വിദേശികൾ ഒരുപാട് നമുക്ക് അവിടെ കാണാം. ഇപ്പോൾ വർക്കല എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ബൂമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ടൂറിസത്തിൻ്റെ ഒരു ബൂമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും. കാരണം ഇത്രയും പ്രകൃതി രമണീയവുമായ ഇത്രയും ഭംഗിയുള്ളൊരു ബീച്ച് നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസാണ്. അപ്പോൾ അതും അത്രയും ഒരു നല്ലൊരു സായാഹ്നമായാലും ഒരു മോർണിംഗ് ആയാലും ഒരു ആഫ്റ്റർനൂൺ ആയാലും ഒരു ഈവനിങ് ആയാലും നമുക്കൊരു സൺറൈസും ഒരു സൺസെറ്റും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ വർക്കല ക്ലിഫ്. വിദേശികളെ ഞാൻ ഒരുപാട് കണ്ടു കേട്ടോ അവിടെ ആൾക്കാർ. പിന്നെ ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അതിലേക്കൂടെ പോകുന്നതും ആ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തരുന്ന കാഴ്ചകളും, ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ ആസ്വാദകരമായിട്ടുള്ള കാഴ്ചകളും, പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഫുള്ള് ഷോപ്സും എല്ലാം ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ഹോം സ്റ്റേസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സ്ഥലമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഇതിനൊരു വലിയൊരു വാല്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ കാഴ്ചകൾ.